പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിലേക്ക് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം നേരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. നമ്മൾ ഞായറാഴ്ചകളിൽ ശാലോം ടെലിവിഷനിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ഈ എളിയ ശുശ്രൂഷ പല രീതികളിൽ നമ്മൾ കാണുന്നുണ്ട്. ഫാദർ ബിനോയ് കരിമരുതെങ്കലിൻ്റെ ഒഫീഷ്യൽ ചാനൽ, യൂട്യൂബ് ചാനലിൽ നമ്മളിത് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെഹിയോൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതെല്ലാം സംപ്രേഷണം ചെയ്യുകയാണ്. കാരണം പല രീതികളിൽ ദൈവവചനം കേൾക്കുവാൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റാവുന്ന തരത്തിൽ ഈ ശുശ്രൂഷകൾ ചെയ്യുകയാണ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് കൂടി ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ വചനം കേൾക്കാൻ ഹൃദയത്തെ തുറക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് അഭിഷേകം തരുന്നത്. യോഹന്നാൻ 3:34 ഈശോ പറഞ്ഞു, ദൈവം അളന്നല്ല ആത്മാവിനെ തരുന്നത്. ഗോഡ് ഡസ് നോട്ട് റേഷൻ ദ ഗിഫ്റ്റ് ഓഫ് ഹിസ് ഹോളി സ്പിരിറ്റ്. അളവില്ലാതെ അളക്കാതെ പരിശുദ്ധാത്മാവിനെ തരുന്ന ദൈവം, ആ ദൈവത്തെ നമ്മൾ വാഴ്ത്തുകയാണ്. ആ ദൈവത്തിൻ്റെ അഗ്നി, അഭിഷേകത്തിൻ്റെ അഗ്നി നമ്മുടെ മേൽ കത്തിപ്പടരാൻ വേണ്ടി ആഗ്രഹിച്ച് രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, അഭിഷേകത്തിന്റെ അഗ്നി ഞങ്ങളുടെ മേൽ കത്തി കത്തി പടരട്ടെ. അഗ്നി, അഗ്നി, അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി. അഗ്നി, അഗ്നി, അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി. യേശുവിൽ വളരാൻ, തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. യേശുവിൽ വളരാൻ, തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. യേശുവിനാത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിനാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. കൈകളടിച്ച് പരിശുദ്ധാത്മാവേ, ഓരോ കുട്ടികളെ അഭിഷേകം ചെയ്യണമേ, യുവതിവാക്കന്മാരെ അഭിഷേകം ചെയ്യണമേ, എല്ലാവരുടെ മേലും അഭിഷേകത്തിന്റെ അഗ്നി അയക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പാപാന്തകാരം നീങ്ങിടുവാൻ, വിശുദ്ധിതൻ വെണ്മയ നിറയാ, ആത്മാവിൽ ജ്വലിച്ചിടുവാൻ അഭിഷേകം ഞങ്ങളിൽ നിറയാ. പാപാന്തകാരം നീങ്ങിടുവാൻ, വിശുദ്ധിതൻ വെണ്മയ നിറയാ, ആത്മാവിൽ ജ്വലിച്ചിടുവാൻ അഭിഷേകം ഞങ്ങളിൽ നിറയാ. വീണ്ടും ചൊരിയുക തീനാളങ്ങൾ, വീണ്ടും നൽകുക അടയാളങ്ങൾ. വീണ്ടും ചൊരിയുക തീനാളങ്ങൾ, വീണ്ടും നൽകുക അടയാളങ്ങൾ. ഇന്നീ കൂട്ടായ്മയിൽ, ഇന്നീ കൂട്ടായ്മയിൽ, ഇന്നീ കൂട്ടായ്മയിൽ, ഇന്നീ കൂട്ടായ്മയിൽ. യേശുവിനാത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിനാത്മാവേ, പരിശുദ്ധ
യേശുവിനാത്മാവേ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ വലിയ ദാഹത്തോടെ യേശുവിനാത്മാവേ പരിശുദ്ധാത്മാവേ സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. വരദാന ഫലങ്ങൾ നൽകൂ. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഓരോ മക്കളുടെ മേലും വന്ന് നിറയണമേ, അഭിഷേകം ചെയ്യണമേ, വചനത്തിൻ്റെ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരു സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവ് എങ്ങനെയാണ് നമ്മുടെ മേൽ ഇടപെടുന്നത്, അത്ഭുതകരമായ തരത്തിൽ ഈശോ ഇടപെട്ട് അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു സാക്ഷ്യം നമുക്ക് ശ്രദ്ധിച്ച് കർത്താവിന് നന്ദി പറയാം. എൻ്റെ പേര് ഫെലിക്സ്. ഞാൻ വരാപ്പുഴയിലെ കൊങ്ങോർപ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. 27 വർഷമായി എനിക്കുണ്ടായ മൈഗ്രെയിൻ തലവേദന. 27 വർഷമായി അല്ലേ മൈഗ്രെയിൻ തലവേദന? 27 വർഷം. 10 വയസ്സുള്ളപ്പോൾ 10 വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാണ്. 10 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ തലവേദനയാണ്. ഒരുപാട് മെഡിസിൻസ് കഴിച്ചിട്ടുണ്ട്. ഹോമിയോ ഒരുപാട് ചികിത്സകൾക്ക് ഒരുപാട് ചികിത്സ. പിന്നെ അതിപ്പോൾ ചികിത്സ ഒന്നും ചെയ്യാതെ ഉപേക്ഷിച്ചിട്ടേക്കായിരുന്നു. കാരണം അവസാനം മടുത്തു. 27 വർഷമാണ് ഇതിങ്ങനെ പീഡിപ്പിക്കുന്നത്. മടുത്ത് ഉപേക്ഷിച്ചിട്ടിരിക്കുകയായിരുന്നു. തലയിൽ മുള്ളു കുത്തുന്നൊരു വേദന ഇരിക്കും, നമുക്ക് ദേഷ്യം വരും. അങ്ങനെ പിന്നെ ഛർദ്ദിച്ച് പോയാലും ഒരു ആശ്വാസം വരുള്ളായിരുന്നു. തലയിൽ ഇങ്ങനെ മുള്ളടിച്ചിറക്കണത് പോലുള്ളൊരു വേദന, പിന്നെ ഇറിറ്റേഷൻ, ദേഷ്യം, ആരോടും മിണ്ടാൻ താല്പര്യമില്ലായ്മ, മടുപ്പ്, ഭക്ഷണം കഴിക്കാൻ തോന്നിയല്ല, ഒന്നിനും താല്പര്യമില്ലേ. അങ്ങനെ ടെൻഷൻ ഉണ്ടാവുമ്പോൾ ഭക്ഷണം സമയം തെറ്റും, ഉറക്കക്കുറവൊക്കെ വരും, ഛർദിക്കുകയൊക്കെ ചെയ്യുക. അതെ അതെ, ഛർദിക്കും, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഒരു മാസത്തിൽ 2 തവണയെങ്കിലും ഇത് അലട്ടാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ഏപ്രിലിൽ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്നായിരുന്നു. 2025 ഏപ്രിൽ ആദ്യ വെള്ളിയാഴ്ച, 2 മാസം മുമ്പുള്ള ആദ്യ വെള്ളിയാഴ്ച ഈ അട്ടപ്പാടി സഖിയോ ധ്യാന കേന്ദ്രത്തിൽ ആദ്യ വെള്ളി ശുശ്രൂഷയ്ക്ക് വന്നു. അപ്പോൾ ആരാധനയിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ആ ആരാധന സമയത്ത് ഈ മൈഗ്രെയിൻ തലവേദനയുടെ 27 വർഷം സഹിച്ചതിൻ്റെ വേദന എല്ലാം കൂടെ കൂടി നിലവിളിയായി കർത്താവിനെ വിളിച്ചപേക്ഷിച്ച്. അതിനുശേഷം അച്ഛൻ്റെ ബ്ലെസ്സിങ് സ്വീകരിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ 2 മാസമായിട്ട് ആ ഒരു എല്ലാ സാഹചര്യത്തിലും ഉറക്കക്കുറവ്, ഭക്ഷണം സമയം തെറ്റി, അതൊക്കെ കടന്നുപോയിട്ടും ഇതുവരെ പിന്നീട് ആ തലവേദന അലട്ടിയിട്ടില്ല. അന്ന് തൊട്ട് പിന്നെ ഇന്ന് വരെ അല്ലേ, ഇന്ന് വരെ പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തൊക്കെ പ്രതികൂല സാഹചര്യം വന്നാലും സാഹചര്യങ്ങളൊക്കെ മാറി മാറി വന്ന് നോക്കി ഒരിക്കലും ആ തലവേദന അലട്ടിയിട്ടില്ല. അച്ഛാ 15 വർഷം മുന്നേ ഈ ചേട്ടനോട് വന്നിട്ടുള്ളതാണ് ഈ സൈക്കോളിൽ. അതിനുശേഷം വരുന്നത് ആദ്യമായിട്ട് വരുന്നത് ഈ ഏപ്രിൽ മാസത്തിലാണ്, ആദ്യ വെള്ളിയാഴ്ച. ഇനി ഒന്ന് വന്നു നോക്കാം, ഈശോനൊന്ന് തൊട്ടാലോ. ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്ന നേർച്ച നിറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നടന്നല്ലേ. ഇവിടെ വന്നപ്പം പറഞ്ഞു, കർത്താവേ എനിക്ക് രക്ഷയില്ല, അങ്ങനെ രക്ഷിക്കണം, ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് വന്നു. ദൈവം നിലവിളി കേട്ടു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 27 വർഷം സ്വന്തം വഴിക്ക് പല വിധത്തിൽ ചികിത്സിച്ചു. പല അല്ലേ, ഈ രോഗാവസ്ഥയുള്ള സമയത്ത് പലരും പറയുന്നു അവിടെ ഒരു ഡോക്ടറുണ്ട്, ഇവിടെ ഒരു ഡോക്ടറുണ്ട്, അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് അല്ലേ. അങ്ങനെ പല ഹോമിയോ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഹോമിയോ, ആയുർവേദം, പിന്നെ മറ്റേ ഹോസ്പിറ്റലിലും പോയിട്ടില്ലേ. എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളും നോക്കി. അവസാനം എല്ലാം ഉപേക്ഷിച്ച്, മടുത്തെല്ലാം ഉപേക്ഷിച്ച്. ഇതിങ്ങനെ മുള്ളടിച്ചിറക്കണ പോലെയൊക്കെ തോന്നുമ്പോൾ ഛർദ്ദിക്കാനൊക്കെ തുടങ്ങും. പിന്നെ എല്ലാവരോടും ദേഷ്യമാണ്, ഒറ്റയാളോട് മിണ്ടാൻ തോന്നിയല്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലൊരു ആദ്യ വെള്ളിയാഴ്ച വന്ന് ദൈവമേ യേശുവേ എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ചപേക്ഷിച്ചു. കർത്താവിൻ്റെ വലിയ അത്ഭുതങ്ങളുണ്ടായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഔദാര്യം കാണിക്കുന്ന നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. പ്രിയപ്പെട്ട ഒരു നെഹെമിയ പ്രവാചകൻ്റെ പുസ്തകം, അതിൽ 9-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നെഹെമിയ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ബലഹീനതയെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നെഹെമിയ പറയുന്നത് എങ്ങനെയാണ്? അവർ അനുസരിക്കാൻ വിസമ്മതിച്ച് അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അവഗണിച്ചു. ദുശാഠ്യക്കാരായ അവർ ഈജിപ്തിലെ അടിമത്തത്തിലേക്ക് മടങ്ങാൻ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു.
ക്ഷമിക്കാൻ സന്നദ്ധനും ദയാലുവും കൃപാനിധിയും ക്ഷമാശീലനും അളവറ്റ സ്നേഹത്തിന് ഉടയവനുമായ ദൈവമാകയാൽ അവിടുന്ന് അവരെ കൈവെടിഞ്ഞില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നെഹമ്യ അങ്ങനെ വിശദീകരിക്കുകയാണ്. എന്താണ്? ക്ഷമിക്കാൻ സന്നദ്ധൻ, പിന്നെയോ ദയാലു, പിന്നെ കൃപാനിധി, ക്ഷമാശീലൻ, അളവറ്റ സ്നേഹത്തിനുടയവൻ. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് അവിടുന്ന് ഔദാര്യം കാണിക്കുന്ന ദൈവമാണ്. ഇപ്പം നെഹമ്യ അത് ഏറ്റുപറയുകയാണ്. നമ്മുടെ സ്വഭാവം ഈ പഴയ നമ്മുടെ പൂർവികരെ പോലെ ദൈവത്തെ അവഗണിക്കുക, ദൈവത്തെ തള്ളിപ്പറയുക, ദൈവത്തിൽ നിന്ന് മാറിപ്പോകുക സ്വഭാവം നമുക്ക് കാണുമെങ്കിലും നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ക്ഷമിക്കാൻ സന്നദ്ധൻ, ദയാലു, കൃപാനിധി, ക്ഷമാശീലൻ, അളവറ്റ സ്നേഹത്തിനുടയവനും ആയ ദൈവം. അങ്ങനെ ആയ ദൈവം ഒരിക്കലും അവരെ കൈവെടിഞ്ഞില്ല. ഇപ്പോൾ നിങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ കൈവെടിയാത്തതിൻ്റെ ഒരു അടയാളമാണ്. അവിടുന്ന് നമ്മോട് അളവറ്റ സ്നേഹവും അളവറ്റ കരുണയും അതിരറ്റ വാത്സല്യവും ഔദാര്യവും കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ ഈ ദൈവം അങ്ങനെ വളരെ നല്ലവനാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം എന്തൊക്കെയാണ് ചെയ്തതെന്ന് നെഹമ്യ പറയുകയാണ്. അവർ ലോഹം കൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി. എന്നിട്ട് ഇതാ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമെന്ന് പറഞ്ഞ് ഘോരമായി ദൈവത്തെ ദുഷിച്ചു. അപ്പോൾ നമ്മൾ ഒന്നാം പ്രമാണമൊക്കെ ലംഘിച്ചു പോയി ദൈവത്തെ അവഗണിച്ചു. ഒരുപക്ഷെ വചനം കേൾക്കുന്ന നമ്മുടെ ഒന്നാം പ്രമാണ ലംഘനം ദ്രവ്യാഗ്രഹമായിരിക്കും. ദ്രവ്യാഗ്രഹം തന്നെയായി വിഗ്രഹാരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് എൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. എന്നിട്ടും കാരുണ്യവാനായി അവിടുന്ന് അവരെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചില്ല. പകൽ അവരെ നയിച്ച മേഘസ്തംഭവും രാത്രി അവർക്ക് വഴികാട്ടി അഗ്നിസ്തംഭവും അവരെ വിട്ടുപോയില്ല. ദൈവം അവരെ കൈവിട്ടില്ല. ദൈവം നമ്മളെ കൈവിട്ടില്ല. നമ്മൾ പലതരത്തിൽ ദൈവത്തിൽ അകന്നു പോയെങ്കിലും ഔദാര്യവാനായ അവിടെ നമ്മോട് ഒരുപാട് ഔദാര്യം കാണിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത 20-ാമത്തെ വാക്യം അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ടതൊന്ന് സ്പർശിച്ചു. വചനം ഏതാണ്? അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു, മന്നായും ദാഹജലവും തുടർന്ന് നൽകി. നോക്കിയേ, അവിടുന്ന് എൻ്റെ ചൈതന്യം പകർന്ന് നമ്മളിൽ വിവേകം ഉദിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചെങ്കിലുമൊക്കെ കർത്താവിനെ സ്നേഹിക്കാൻ, വചനത്തെ കേൾക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടുന്ന് നമ്മളിൽ വിവേകം ഉദിപ്പിച്ചത് കൊണ്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ കാളയും കഴുതയും പോലെ ഇഷ്ടമനുസരിച്ച് പോയേനെ. പക്ഷേ കർത്താവ് കരുണ കാണിച്ച് നമ്മളിൽ വിവേകം ഉദിപ്പിച്ചത് കൊണ്ട് നമ്മൾ ദൈവവചനം കേൾക്കുന്നു. അവിടുത്തെ ഔദാര്യം. അതുകൊണ്ടാണ് യെശയ്യാ 30:18 യെശയ്യാ ഇങ്ങനെയാണ് പറയണത്: അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്, അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഈ ദൈവത്തിൻ്റെ ഔദാര്യത്തെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുകയാണ്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ആ കർത്താവിൻ്റെ കരുണയും ഔദാര്യവും നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് കാണുന്നൊരു വചനം ഇതാണ്. റോമാലേഖനം 8:32 ഇങ്ങനെയാണ് പറയണത്: സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? റോമൻസ് അതിൽ 8:32 അങ്ങനെയാണ്. സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ, യേശുവിനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, പൗലോസിൻ്റെ അനുഭവം അതാണ്. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയർ 4:19 ഇങ്ങനെ പറയണത്: എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളതെല്ലാം പ്രദാനം ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന് പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഈശോ പറഞ്ഞ എന്താ? യോഹന്നാൻ 3:34 വചനം: ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്, ഔദാര്യത്തോടെ, അളവില്ലാതെ. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അബണ്ടൻസ് ആയിട്ട് നമ്മുടെ മേൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ വർഷിക്കുകയാണ്. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമുക്കിതിന് നല്ലൊരു മാതൃകയാണ് ഈ ദൈവം. ഈ ഇത്ര ഔദാര്യവാനായ ദൈവം ഇത്ര ഔദാര്യം നമ്മോട് കാണിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ ഔദാര്യം കാണിക്കാൻ, ദൈവിക ഔദാര്യം കാണിക്കാനുള്ള ഏറ്റവും നല്ലൊരു മോഡലാണ് പഴയ നിയമത്തിൽ അബ്രഹാം.
അബ്രഹാം തൻ്റെ പ്രിയപ്പെട്ട സഹോദരപുത്രൻ ലോത്തിനോട് പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകം 13:8. നമുക്ക് സന്ദർഭം അറിയാം. ലോത്തിൻ്റെ ആളുകളും അബ്രാഹത്തിൻ്റെ ആളുകളും രണ്ട് കൂട്ടരും തമ്മിൽ വഴക്കുണ്ടായി. അപ്പോൾ അബ്രഹാം ലോത്തിനോട് ഇപ്പം എങ്ങനെയാണ് പറയണത്, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹം ഉണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. എന്നിട്ട് പറയുകയാണ്, ഇതാ ദേശമെല്ലാം നിൻ്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക, ഇടത്ത് ഭാഗത്താണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം, വലത്ത് ഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. അങ്ങനെ നമുക്കറിയാവുന്ന ലോത്ത് ഫലപുഷ്ടമായ സോദോം ഗൊമോറ തിരഞ്ഞെടുത്തു. അബ്രാഹാം പാവം, അദ്ദേഹം ലോത്തിന് വേണ്ടാത്തൊരു സ്ഥലം അദ്ദേഹം തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, നമ്മൾ അനീതിപരമായി ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് സോദോം ഗൊമോറയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമ്മൾ ഒരുപക്ഷെ പല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന ആളുകൾ അവർ ഔദാര്യം കാണിക്കാൻ തയ്യാറായപ്പോൾ അത് നമ്മൾ ചൂഷണം ചെയ്തത് കൊണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ പല തിന്മകളും അന്ധകാരം വിട്ടുപോകാത്തത്. അനുദപിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ അപ്പൻ കൃഷിക്കാരനാണ്, സാധാരണ കൃഷിക്കാരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹം ഒരുപാട് വർക്ക് പണിയെടുത്ത് കഷ്ടപ്പെട്ടു, ഇളയത്യങ്ങളെല്ലാം പഠിപ്പിച്ചു, അവർക്ക് നല്ല ജോലിയും കാര്യങ്ങളായി. അവർ പ്രിയപ്പെട്ടവരെ വീതം വെക്കുന്ന സമയമായി കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ തൻ്റെ കൂടെ നിന്ന് പണിത ഈ മൂത്ത മകന് കുറച്ച് എക്സ്ട്രാ സ്ഥലം കൊടുക്കാൻ വിചാരിച്ചു. പക്ഷേ അനിയന്മാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞപ്പാ എനിക്കത് വേണ്ട എന്നിട്ട് അറിഞ്ഞ അദ്ദേഹം മേടിച്ചില്ല. അനിയന്മാർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ അതിൽ കുറച്ച് കുറവാന്ന് കുട്ടിക്കോ ഇദ്ദേഹം സ്വീകരിച്ചുള്ളൂ. അനിയന്മാരെ പഠിപ്പിച്ച് അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്ത് അവർ ഉന്നത നിലയിലെത്തി, കുറച്ച് പേര് ബിസിനസ് ആരംഭിച്ച്, അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പാവപ്പെട്ട സഹോദരൻ ഈ നാട്ടിൽ നിന്ന് ജീവിച്ചു കഴിഞ്ഞാൽ ശരിയാകാത്തത് കൊണ്ടെന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. വേറൊരു രാജ്യത്തേക്ക് പോയി അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ദൈവം അദ്ദേഹത്തിൻ്റെ കൂടെ, പഴയ നിയമത്തിൽ യൗസേപ്പിൻ്റെ കൂടെ ദൈവം നിന്നതുപോലെ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ദൈവം വർക്ക് ചെയ്ത് ഭയങ്കര സമ്പന്നനായിട്ട് അദ്ദേഹം മാറി. ആത്മീയമായ സമ്പത്ത്, ഭയങ്കര ഔദാര്യത, ഒപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള തരത്തിൽ അദ്ദേഹത്തെ ദൈവം സാമ്പത്തികമായിട്ട് ഉയർത്തി. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അറിഞ്ഞ കാര്യം, ഇദ്ദേഹത്തിന് അനിയന്മാരുടെ സാമ്പത്തിക സ്ഥിതി പൊട്ടി, അവരുടെ ബിസിനസ് പൊളിഞ്ഞ് ഒന്നുമില്ലാത്ത തരത്തിൽ ചിലരായി. പക്ഷേ അദ്ദേഹം അഹങ്കരിക്കുകയോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ അദ്ദേഹം ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്വത്തിൻ്റെ നല്ലൊരു ഓഹരി അവർക്ക് കൊടുത്ത് ഔദാര്യവാനായിട്ട് അങ്ങോട്ട് പെരുമാറി. അബ്രാഹത്തിൻ്റെ ഒരു പ്രത്യേകത, ലോത്തിനോട് ഔദാര്യം കാണിച്ച അബ്രാഹം വിശ്വാസികളുടെ പിതാവായിട്ട് മാറി, വലിയ സമ്പന്നനായിട്ട് മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഔദാര്യം എന്ന വലിയ പുണ്യം നമ്മുടെ മേൽ ആഴപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അബ്രാഹത്തിൻ്റെ മനോഹരമായ മറ്റൊരു ഗുണം ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 18 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ദശാംശം കൊടുക്കുന്നൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അബ്രാഹാം അനുഗ്രഹിക്കപ്പെട്ട ഒരു കാരണം അതാണ്. ദൈവത്തിൻ്റെ പുരുഷന്, ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ആളെ ആ വ്യക്തിപരമായ കുറവൊന്നും നോക്കാതെ ഔദാര്യത്തോടെ കൊടുക്കുകയാണ്. വചനം പറയുന്നത് എങ്ങനെയാണ്? സാലേം രാജാവായ മെൽക്കിസദക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നവൻ അവൻ അബ്രാഹാമിനെ ആശീർവദിച്ചു കൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാ കടാക്ഷം നിൻ്റെ മേലുണ്ടാകട്ടെ. ശത്രുക്കളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ. അബ്രാം എല്ലാറ്റിൻ്റെയും ദശാംശം അവന് കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രാം എല്ലാറ്റിൻ്റെയും ദശാംശം മെൽക്കിസദക്കിന് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വലിയൊരു പാഠം പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവിക കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ ഉദാരത പുലർത്താൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. വിശുദ്ധനായ പാദ്രി പി ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവവുമായുള്ള നിങ്ങളുടെ ഇടപെടലുകളിൽ ഉദാരത പുലർത്തുക, അവൻ നിങ്ങളോട് കൂടുതൽ ഉദാരത കാണിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യരോട്, ദൈവത്തിൻ്റെ ആലയത്തോട് ഒക്കെ ഉദാരമായിട്ട് നമ്മൾ പെരുമാറുമ്പോൾ നമ്മളോട് ദൈവം ഒരുപാട് ഔദാര്യം കാണിക്കുന്ന കർത്താവിൻ്റെ പ്രവാചകൻ, കർത്താവിൻ്റെ പുരോഹിതൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അബ്രാഹത്തിൽ കാണുന്ന വളരെ മനോഹരമായൊരു കാര്യം, ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം വന്ന കാര്യം, ഒരുപക്ഷെ അത് ദൈവമാണെന്ന്, ദൈവദൂതന്മാരാണെന്നൊന്നും അബ്രാഹത്തിന് മനസ്സിലായി കാണത്തില്ല. 3 പേര് അബ്രാഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. അബ്രാഹം വളരെ എളിമയോടുകൂടി അവരെ സ്വീകരിക്കുന്നു, സൽക്കരിക്കുന്നു, അവരെ മുമ്പിൽ മുട്ടുകുത്തുന്നു. ഒത്തിരി ഔദാര്യത്തോടും ഒരുപാട് എളിമയോടും വലിയ വിനയത്തോടും കൂടെ അബ്രാഹം അവരെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അബ്രാഹം പറയണ 1-2 കാര്യങ്ങൾ അതിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ വായിക്കും, നിങ്ങളെ സ്വാധീനിക്കും. 18-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, കാല് കഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ, മരത്തണലിരുന്ന് വിശ്രമിക്കുക.
വീണ്ടും 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഈ ദാസൻ്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറേ അപ്പം കൊണ്ടുവരാം, വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം, നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു. അബ്രഹാം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറായോട് പറഞ്ഞു, വേഗം 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുക. 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഓടിച്ചെന്ന് കാലിക്കൂട്ടത്തിൽ നിന്ന് കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു. ഉടനെ അവൻ അത് പാകം ചെയ്യാൻ തുടങ്ങി. അബ്രഹാം വെണ്ണയും പാലും പാകം ചെയ്ത മൂരിയിറച്ചിയും അവരുടെ മുമ്പിൽ വിളമ്പി. അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചു കൊണ്ട് നിന്നു. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ വലിയ ഔദാര്യം, വലിയ ബഹുമാനം, വലിയ സ്നേഹം അബ്രഹാം കാണിച്ചു. വിശ്വാസികളുടെ പിതാവായിട്ട് മാറി അബ്രഹാം ഇന്നും പ്രഘോഷിക്കപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഔദാര്യം എന്ന വലിയ പുണ്യം കാണിച്ചപ്പോൾ ദൈവം ചെയ്ത കാര്യം എന്താണ്? ദൈവദൂതന്മാർ ചോദിക്കുകയാണ്, നിന്റെ ഭാര്യ സാറി എവിടെ? അവർ പറഞ്ഞു, അവളുണ്ട്. ഏതായാലും ദൈവം അനുഗ്രഹിക്കുകയാണ്, അടുത്ത പ്രാവശ്യം വസന്തത്തിൽ അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ദൈവം അങ്ങോട്ട് തീരുമാനിക്കുക. ഔദാര്യം കാണിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഔദാര്യം ഉണ്ടാകും. വലിയ അനുഗ്രഹമുണ്ട്, അബണ്ടൻസ് ഓഫ് കൃപകൾ, കൃപയുടെ വലിയൊരു സമൃദ്ധി കർത്താവ് നൽകി അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വലിയ സന്തോഷത്തോടു കൂടി ബഹുമാനപ്പെട്ട സേവർഖാൻ വട്ടാലച്ചനെ ഈ സമയത്ത് ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ്റെ കൂടെ കൊച്ചച്ഛനായിട്ടാണ് എൻ്റെ പൗരോഹിത്യ ജീവിതം 25 വർഷം മുമ്പ് ഞാൻ ആരംഭിച്ചത്. പ്രിയപ്പെട്ടവരെ, അന്ന് സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നമുക്കൊരു ടോയ്ലറ്റ് പണിയാൻ വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടിയൊരു കാലം. പ്രിയപ്പെട്ടവരെ, ശരിക്കുമുള്ള ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതിരുന്ന കാലം. ധ്യാനത്തിനൊക്കെ വളരെ കുറച്ച് ആൾക്കാരുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് ഇവിടെയുള്ളൊരു പാവപ്പെട്ട ഒരു ശുശ്രൂഷകൻ ഒരു വീട് പണി നടക്കുകയാണ്. അപ്പോൾ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു സഹോദരൻ നമുക്ക് കുറച്ച് ദശാംശ വിഹിതം കൊണ്ടുതന്നു. അപ്പോൾ നമുക്ക് ടോയ്ലറ്റ് പണിയൊക്കെ നടക്കണം. പെട്ടെന്ന് വട്ടാരച്ചൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, ദൈവമേ, ഈ പാവപ്പെട്ട മനുഷ്യന് വീട് പണിതുകൊണ്ടിരിക്കുകയാണല്ലോ, നമുക്ക് ടോയ്ലറ്റ് പണി അത്യാവശ്യമാണെങ്കിലും ഈ വ്യക്തിയെ സഹായിക്കണമെന്ന് ഓർത്ത് പെട്ടെന്ന് വട്ടാലച്ചൻ ദശാംശ ഓഹരി 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, അതിൻ്റെ പകുതിയിൽ അതിലധികം എടുത്ത് ഈ വ്യക്തിക്ക് കൊണ്ടങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ വീട് പണി ഉടനെ പൂർത്തിയാക്കണം. അപ്പോൾ നമുക്കിവിടെ ടോയ്ലറ്റ് പണിയാൻ പൈസ ഇല്ലാതെ അതിങ്ങനെ വീണ്ടും മാസങ്ങൾ കിടക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, ദൈവം നമുക്ക് തരും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ കർത്താവ് ഔദാര്യത്തോടുകൂടി അച്ഛനിലൂടെ എത്രയോ അത്ഭുതങ്ങളാണ് ചെയ്തത്. ശുശ്രൂഷകളിലൂടെ മാറ്റു വർദ്ധിച്ചു. 1000-ങ്ങളും 10,000-ങ്ങളും പല ശുശ്രൂഷയ്ക്ക് കടന്നു വരാൻ തുടങ്ങി. എല്ലാ മേഖലയിലും കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ ഔദാര്യം, ഞാൻ എപ്പോഴും അത് ഓർക്കും. ഔദാര്യം കാണിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രോവർബ് അതിൻ്റെ 11:25, സുഭാഷിതം 11:25 അതിനെങ്ങനെയാണ്? ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും, ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫലമാണ് ഔദാര്യം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1832 ഖണ്ഡിക പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ പരിശുദ്ധാത്മാ നമ്മിൽ നിത്യമഹത്വത്തിൻ്റെ പ്രഥമ ഫലങ്ങളെന്ന പോലെ രൂപപ്പെടുത്തുന്ന പൂർണ്ണതകളാണ്. സഭയുടെ പാരമ്പര്യം അവയിൽ 12 എടുത്തു കാണിക്കുന്നുണ്ട്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, ഔദാര്യം, സൗമ്യത, വിശ്വസ്തത, അടക്കം, ആത്മസംയമനം, ശുദ്ധത. പ്രിയപ്പെട്ടവരിൽ സൗമ്യത വളരെ പ്രധാനപ്പെട്ടാണ്. അതേപോലെയാണ് ഔദാര്യം എന്ന വലിയ ഗുണം. അത് പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസിന്റെ പ്രബോധനങ്ങളിൽ കൊറിന്തോസിന് 2-ാം ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാൻ, സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. എന്നിട്ട് അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയാണ്, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു,
അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനം 112:9 ആ വചനം ഉള്ളത്. അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു, അവൻ അഭിമാനത്തോടെ ശിരസുയർത്തി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഔദാര്യവാനായ നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും നൽകിയ യേശു ലൂക്ക 6:30 ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്നവർ നിങ്ങളുടെ മടിയിൽ ഇട്ട് തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും. അതുകൊണ്ട് ധാരാളം കൊടുക്കാൻ, ധാരാളം വാരി വിതറാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മളും നമ്മുടെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക്, ജോലി ചെയ്യുന്നവർക്കെല്ലാം ഔദാര്യത്തോടെ കൊടുക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. തുറന്നുള്ള ആരാധനയുടെ സമയത്ത് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാ പറയുകയാണ്, നമ്മുടെ ഹൃദയത്തിന് ജനറോസിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം എൻലാർജ്ഡ് ആവും, നമുക്ക് വികസിക്കും. അപ്പം നമുക്ക് ധാരാളം ഔദാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ധാരാളം തുറക്കപ്പെടും, ധാരാളം കൃപ നമുക്ക് കിട്ടും. അതനുസരിച്ച് നമുക്ക് ധാരാളം വീണ്ടും കൊടുക്കാൻ പറ്റും. സമൃദ്ധമായ ദൈവം നമുക്ക് തിരികെ നൽകും എന്ന കാര്യത്തിന് സംശയമില്ല. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. നമ്മൾ ഈ സമയത്ത് ഔദാര്യം എന്ന പുണ്യം, ഔദാര്യം എന്ന ക്വാളിറ്റി നമ്മുടെ ഓരോരുത്തരുടെ മേലും കത്തിപ്പടരാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നമുക്കാവശ്യമുള്ളതെല്ലാം യേശുക്രിസ്തു വഴി പ്രദാനം ചെയ്യും. പ്രിയപ്പെട്ട ഒരു ഔദാര്യം എന്ന പുണ്യം നമ്മളിൽ വർദ്ധിക്കണം. വാരി വിതറി നൽകുന്ന കർത്താവിലുള്ള ആശ്രയബോധം വർദ്ധിക്കണം. രണ്ട് കരങ്ങളും ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ എൻ്റെ ആബാ, എൻ്റെ ദൈവം, എൻ്റെ ദൈവം തന്റെ മഹത്വത്തിൻ സമ്പന്നതയിൽ നിന്നും എനിക്കാവശ്യമുള്ളവയെല്ലാം നൽകിയിടും. ജീവനോടെ, ആമേൻ, ബോധ്യത്തോടെ. എൻ്റെ ആബാ, എൻ്റെ ദൈവം തന്റെ മഹത്വത്തിൻ സമ്പന്നതയിൽ നിന്നും എനിക്കാവശ്യമുള്ളവയെല്ലാം നൽകിയിടും. ആമേൻ, ആമേൻ, ആമേൻ. ശക്തിയോടെ കൈകളടിച്ച് ദൈവമേ ആവശ്യമുള്ളത് നൽകണമേ, പ്രത്യേകിച്ച് എന്നെ ഔദാര്യവാനാക്കണമേ, മറ്റുള്ളവർക്ക് ഔദാര്യത്തോടെ കൊടുക്കാൻ അബ്രാഹമൊക്കെ ചെയ്തതുപോലെ ചെയ്യാൻ അഭിഷേകം ചെയ്യണമേ. കൈകളടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. അനാദി മുതലേ ഉള്ളവനും അഖില ചരാചര നായകനും, അനാദി മുതലേ ഉള്ളവനും അഖില ചരാചര നായകനും, സകല ജനത്തിൻ പാലകനാ സർവേശ്വരനാണെന്നഭയം, സകല ജനത്തിൻ പാലകനാ സർവേശ്വരനാണെന്നഭയം. എൻ്റെ ആബാ, എൻ്റെ ദൈവം തന്റെ മഹത്വത്തിൻ സമ്പന്നതയിൽ നിന്നും എനിക്കാവശ്യമുള്ളവയെല്ലാം നൽകിയിടും. ആമേൻ, 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 ആമേൻ. രണ്ട് കരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തി യേശുവിനെ ആരാധിച്ച് ആശീർവാദം സ്വീകരിക്കുന്ന യേശുവേ.